കാഫിർ സ്ക്രീൻഷോട്ട് ADGP RSS കൂടിക്കാഴ്ച വിഷയങ്ങൾ ഉയർത്തി വടകര SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അഭിജിത്ത് മുഴക്കുന്നു വിവരങ്ങളുമായി. അഭിജിത്ത്, വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയാണോ പ്രതിഷേധം? അനുജ, തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇവിടെ മാറുകയാണ്. കാരണം നൂറുകണക്കിന് പ്രവർത്തകരാണ് വടകര SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഇവരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരുന്നു. അതിനുശേഷം ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിലൂടെ കയറി SP ഓഫീസിലേക്ക് എത്താനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നിരവധി തവണ, 10-ലധികം തവണ പോലീസ് പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക്, കയ്യാങ്കളിയിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസിനെയാണ് കണ്ടത്. നിലവിൽ ഇവിടേക്ക് കൂടുതൽ പോലീസുകാർ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ പോലീസുകാർ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാനായി സാധിക്കുന്നത്. നേരത്തെ PMA സലാം, PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുകയും ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. നിലവിൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പ്രവർത്തകർ തമ്പടിച്ചിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാനായി സാധിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. ഏതാണ്ട് 500-നടുത്ത് പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിൽ വലിയൊരു പ്രതിഷേധം ഈ വടകര SP ഓഫീസിന് മുന്നിൽ അരങ്ങേറുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. പ്രധാനമായും ഈ കാഫിർ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് ഒരു മെല്ലെപ്പോക്ക് തുടരുന്നത് എന്നുള്ള ചോദ്യമാണ് യൂത്ത് ലീഗ് ചോദിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഈ CPM ഇടത് ഹാൻഡിലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് ഉണ്ട് എന്ന വിവരം പോലീസ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഒരു FIR ഇട്ട ഒരു അന്വേഷണം CPM പ്രവർത്തകരിലേക്ക് എത്താത്തത്, ഇടത് പ്രവർത്തകരിലേക്ക് എത്താത്തത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ യൂത്ത് ലീഗ് ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം എവിടെയാണ്, അത് കണ്ടെത്തുക, ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്, അവരെ കണ്ടെത്തുക, പ്രതികളെ പിടികൂടുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ശക്തമാക്കുമെന്നാണ് PMA സലാം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഒരാഴ്ച കൊണ്ട് തെളിയേണ്ട കേസാണ്. പക്ഷേ 5 മാസമായിട്ടും ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളൊരു കാര്യത്തിലേക്ക്, ആ ഒരു നിഗമനത്തിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇനി ഉടൻ തന്നെ ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി PMA സലാം ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് നൽകുന്നുണ്ട്. ഏതായാലും നിലവിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പ്രവർത്തകരുള്ളത്. കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അനുജ, യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടോ ഈ പ്രതിഷേധത്തിൽ? അഭിജിത്ത്, തീർച്ചയായും അനുജ, PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിന് നേതൃത്വം നൽകിയിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെ, പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ ഒരു സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്, പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത്. ഇതിൽ PMA സലാം എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം 5 മാസം കൊണ്ട് തെളിയേണ്ട ഒരു കേസായിരുന്നു. ഒരാഴ്ച കൊണ്ട് തെളിയേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 മാസം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ഇതിൽ യാതൊരുവിധ പുരോഗതിയും പോലീസിനില്ല. ഇതിന്റെ പുറകിൽ മുഹമ്മദ് ഖാസിം എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ആ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുക്കുന്നു, ഫോൺ പിടിച്ചെടുക്കുന്നു, ഫോറൻസിക് പരിശോധനയ്ക്കുൾപ്പെടെ ആ ഫോൺ വിധേയമാക്കുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ പോലീസ് പറഞ്ഞത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഇടത് സൈബർ ഹാൻഡിലുകളാണ് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഒരു കേസെടുത്ത് നടപടിയിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. ഇനിയും ഇതിലൊരു കാലതാമസം ഉണ്ടായാൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി മുസ്ലിം ലീഗ് നേതാക്കൾ, യൂത്ത് ലീഗ് നേതാക്കൾ നൽകുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന് ഈ ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ നിലവിൽ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ കടക്കാനായിരുന്നു നേരത്തെ നീക്കം. ഇപ്പോൾ കൂടുതൽ പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തുകയും. വടകര SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ഒന്നിലേറെ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നതാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിയ വിവരം.